പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിച്ചു. ജനങ്ങളുടെ റാലികൾക്ക് വിലക്കേർപ്പെടുത്തി. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു. കോടതിയുടെ വാറണ്ടില്ലാതെ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാമെന്ന അവസ്ഥ. ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരി അർദ്ധരാത്രിയിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയാൽ എന്ത് സംഭവിക്കും? പ്രതിഷേധം ആളിക്കത്തുമെന്ന് ഉറപ്പാണ്. അത്തരത്തിലൊരു സംഭവത്തിന്റെ നേർക്കാഴ്ചയാണ് ഏഷ്യയിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നായ ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചത്. ഒടുവിൽ 5 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം പിൻവലിച്ച് തടിയൂരേണ്ട അവസ്ഥയും. ദക്ഷിണ കൊറിയയിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് പ്രസിഡന്റ് യൂൻ സൂക് യോലിന്റെ ആ പ്രഖ്യാപനമുണ്ടായത്. രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷം സ്വതന്ത്ര ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രഖ്യാപനം. 4 പതിറ്റാണ്ടിലധികം കാലത്തിന് ശേഷം ദക്ഷിണ കൊറിയയിൽ ഏർപ്പെടുത്തുന്ന ആദ്യ പട്ടാള നിയമമായിരുന്നു ഇത്. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും കവരുന്ന നാണംകെട്ട ഉത്തര കൊറിയൻ അനുകൂല ദേശവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യാനും സ്വതന്ത്ര ഭരണഘടനാ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു. ഇതുവഴി നാശത്തിന്റെ വക്കിലെത്തിയ ദക്ഷിണ കൊറിയയെ ഞാൻ പുനർനിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. യൂൻ സുക് യോൽ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയായിരുന്നു. ആർമി ജനറൽ പാർക്ക് അൻസുവിനെ പട്ടാള നിയമം കമാൻഡറായി നിയമിക്കുകയും ചെയ്തു. ദക്ഷിണ കൊറിയൻ ഭരണഘടനയിലെ അനുച്ഛേദം 77 പ്രകാരം പ്രസിഡന്റിന് പട്ടാള നിയമം പ്രഖ്യാപിക്കാം. ദേശീയ അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങളോ യുദ്ധസമയത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായോ പട്ടാള നിയമം പ്രഖ്യാപിക്കാമെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾക്ക് നിരോധനമുണ്ടാകും. കൂടാതെ ജനങ്ങളുടെ റാലികൾക്കും വിലക്ക് നിലവിൽ വരും. മുഴുവൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും പട്ടാള നിയമം കമാൻഡറുടെ നിയന്ത്രണത്തിലാകും. സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ 48 മണിക്കൂറിനകം ജോലിയിൽ പ്രവേശിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവരെ കോടതിയുടെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാം. ഇതാണ് പട്ടാള നിയമം. പട്ടാള നിയമം പ്രഖ്യാപിച്ചതോടെ ഉത്തര കൊറിയൻ പാർലമെന്റായ സിയോളിലെ ദേശീയ അസംബ്ലിക്ക് മുന്നിലേക്ക് രാഷ്ട്രീയ നേതാക്കളടക്കം 100 കണക്കിന് പേർ മുദ്രാവാക്യം മുഴക്കിയെത്തി. ഇതോടെ സുരക്ഷാ സേന ഹെലികോപ്റ്ററിലടക്കം എത്തി ദേശീയ അസംബ്ലിക്ക് മുകളിലേക്ക് ഓടിനിറങ്ങി കനത്ത സുരക്ഷയൊരുക്കി. ഇതിനിടെ ദേശീയ അസംബ്ലി സമ്മേളനക്കാനായി 190 അംഗങ്ങൾ സഭയ്ക്ക് ഉള്ളിലേക്കെത്തി. സ്പീക്കർ വു വോൺ ഷിക്കിന്റെ നേതൃത്വത്തിൽ സഭ ആരംഭിച്ചതോടെ എംപിമാർ ഏകകണ്ഠമായി പട്ടാള നിയമത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തി. ഈ സമയം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പുറത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി സുരക്ഷാ സേന കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിച്ചു. ഒടുവിൽ പുലർച്ചെ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്ത യൂൻ സുക് യോൽ പട്ടാള നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 4:30 പ്രഖ്യാപനം. പീപ്പിൾ പവർ പാർട്ടി നേതാവും മുൻ പ്രോസിക്യൂട്ടറായ യൂൻ സുക് യോൽ 2022 മെയ് മാസമാണ് നേരിയ ഭൂരിപക്ഷത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തര കൊറിയക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു അധികാരത്തിലേറിയത്. സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അധികാരത്തിലേറി ഉടൻ തന്നെ മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും യൂൻ സുക് യോൽ ഭരണകൂടം ലക്ഷ്യം വെച്ചു. വ്യാജ വാർത്ത ചമച്ചുവെന്ന് ആരോപിച്ച് നിരവധി മാധ്യമ പ്രവർത്തകരടക്കം പോലീസിന്റെ റെയ്ഡിന് വിധേയരായി. എന്നാൽ ഈ വർഷം ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യൂൻ സുക് യോലിന്റെ പീപ്പിൾ പവർ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടു. ദേശീയ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ 2 ഭൂരിപക്ഷം നേടാനായതോടെ പ്രസിഡന്റ് കടുത്ത സമ്മർദ്ദത്തിലായി. ഇതിന്റെയൊക്കെ ഫലമായിരുന്നു പട്ടാള നിയമം നടപ്പാക്കൽ. യൂൻ സ്ഥാനമൊഴിയണം അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യപ്പെടണം എന്നാണ് പ്രക്ഷോഭകരുടെ ഇപ്പോഴത്തെ ആവശ്യം. പ്രസിഡന്റ് രാജിവെക്കും വരെ രാജ്യത്തെ പ്രധാന തൊഴിലാളി യൂണിയൻ ഗ്രൂപ്പ് അനിശ്ചിതകാല പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പട്ടാള ഭരണം പിൻവലിച്ചെങ്കിലും അതിന്റെ അലയൊലികൾ നീളുമെന്നുറപ്പാണ്.